ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു കേരള സാരിക്ക് നമുക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ സിമ്പിളായിട്ട് തയ്ക്കാവുന്ന ഒരു ബ്ലൗസാണ്. അത് ഞാൻ ഒത്തിരി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് കാണിക്കുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാനൊന്ന് വെട്ടി തയ്ക്കുകയാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലോങ് വീഡിയോ ഞാനിതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെയിനായിട്ട് ഞാൻ ഫ്രണ്ട് പീസാണ്, ഞാൻ പ്രിൻസസ് കട്ടാണിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ലൈനിങ് സെയിം കേരള സാരിയുടെ തുണി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ ഗോൾഡൻ തുണിയിൽ ആ സെൻറ്റർ ഭാഗം നമുക്ക് ഗോൾഡൻ കളർ നെറ്റ് തുണിയാണ്, അതിൽ നമുക്ക് ആ സെൻറ്റർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മൾ രണ്ട് സൈഡിലുള്ള പീസ് നമുക്ക് നമ്മുടെ സെയിം കേരള സാരിയുടെ തുണിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ വെട്ടി എടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. ഇതിനെ നമുക്ക് ആ നമ്മൾ യോജിപ്പിച്ചിട്ടുള്ള ആ സ്ഥലത്ത് നമുക്ക് ഒരു ലേസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ കാണാൻ കുറച്ച് ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രണ്ട് നമുക്ക് ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇനി നമ്മൾ ബാക്കാണ് അപ്പോൾ ബാക്കിന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് തുണിയിൽ കേരള സാരിയുടെ സെയിം തുണി തന്നെയാണ് എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ അതിൻ്റെ ഗോൾഡൻ കളർ നെറ്റ് തുണി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അളവിൽ വെട്ടിയെടുക്കാം. ആ വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്നല്ലെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ കേരള സാരിയുടെ കളറിൽ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്കൊരു തുണി വെട്ടിയെടുക്കാം. രണ്ട് ചെയ്താലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന പോലെ തോന്നും വെച്ചടിക്കുമ്പോൾ നമുക്ക്. അപ്പോൾ നമ്മൾ ലേസ് കൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ. ഞാനിത് ജസ്റ്റ് വെട്ടിയെടുത്തിട്ട് ഞാൻ അവിടെ ഒന്ന് നമ്മൾ സാധാരണ കഴുത്തിനൊക്കെ വെക്കുന്ന പോലെ പടി വെച്ച് അടിച്ച് ഉള്ളിലോട്ട് അത് മടക്കി കൊടുത്തുകൊണ്ട് ഇത് പോലെ ഞാൻ വൃത്തിയായിട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഗോൾഡൻ ലേസ് തന്നെ നമുക്ക് ഇതിനെ ഇതുപോലെ ഇങ്ങനെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ നമുക്ക് വെച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിൽ നമുക്കൊരു ഡിസൈനായിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് ഞാനൊരു അത്യാവശ്യം ഇച്ചിരി മുട്ട് വരെ ഇറക്കത്തിൽ നമുക്കൊരു സ്ലീവ് എടുക്കാം. ഇനി നമുക്ക് സ്ലീവിന് വേണമെങ്കിൽ ഞാൻ ആ ബാക്ക് സൈഡ് വെട്ടിയ പോലെ തന്നെ നിങ്ങൾക്ക് വെട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കേരള സാരിയുടെ ഈ തുണി കൊണ്ട് തന്നെ ഞാനിത് ഈ ഒരു ഡിസൈനിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്കൊന്ന് ആദ്യം നമുക്കിതിനെ വെച്ച് അടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ലേസ് കൊണ്ട് നമുക്ക് അപ്പോൾ ആ ബാക്കിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ഈ കയ്യിൽ കൊടുക്കുന്നത്. ഇത് ഞാൻ 3 കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒരു ഡിസൈൻ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് താഴെ മാത്രം കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ആണെങ്കിൽ 2 കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 3 കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് ജസ്റ്റ് ഈ ഡിസൈനിൽ ചെയ്യാമെന്ന് മാത്രം ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൈ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മുടെ സ്ലീവും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ളത് ഇതിനെ നമുക്കൊരു ലടുക്കൻ, അതായത് നമ്മളിങ്ങനെ ഒരു കെട്ട് വെക്കുമ്പോൾ അതിൻ്റെ താഴെ തൂങ്ങി കിടക്കാനായിട്ട് നമ്മൾ ലടുക്കൻ വേണം. അപ്പോൾ ഇത് ഞാൻ നമ്മളെ കേരള സാരിയുടെ തുണി കൊണ്ട് ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ ഞാൻ നമ്മൾ ആ സാരിയുടെ തുണി തന്നെ നമുക്ക് ഇങ്ങനെ നീളനെ എടുത്തിട്ട് ഒന്ന് ഇത് മടക്കിയിട്ട് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ആദ്യം അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ മറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്കേർട്ടിനൊക്കെ അടിക്കുന്ന പോലെ നമുക്ക് ഇതുപോലെ ഇത്ര വീതി തന്നെ മതി. ഈ ഒരു വീതിയിൽ നമ്മളിങ്ങനെ ചെറുതാക്കി ഫ്ലീറ്റ് അടിച്ച് നമ്മളിതിനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിനെ കെട്ട് നമ്മൾ ഓൾറെഡി തയ്ച്ചെടുക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കെട്ടിൻ്റെ തുമ്പത്ത് ആദ്യം നമ്മൾക്ക് ഈ ഗോൾഡൻ തുണി കൊണ്ട് ഒന്ന് വെച്ച് ആദ്യം ഒന്ന് അപ്പോൾ ഇതെല്ലാം സൂചി നൂലുകൊണ്ട് നമ്മൾ തയ്ച്ച് കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കട്ടിയുള്ളത് കൊണ്ട് സൂചി കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മളിങ്ങനെ ഈ ഫ്ലീറ്റ് ആയിട്ട് അടിച്ചു വെച്ചിട്ടില്ല, അത് നമുക്കിതിനെ റൗണ്ട് ചെയ്തിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾ ഈ കെട്ട് തയ്ച്ച് നമ്മൾ എടുക്കണം. ഇതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഗോൾഡൻ്റെ പീസ് തന്നെയാണ് ഇതുപോലെ നമ്മൾ സാധാരണ നമ്മൾ അടിക്കത്തില്ലേ, അതുപോലെ നമ്മളൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അത് അടിച്ചിട്ട് നമ്മളൊന്നൊരു എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒക്കെ അതിൻ്റെ മുകളിലോട്ട് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്കിതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഇതിന് റോസാപ്പൂ പോലെ നമുക്കിതിങ്ങനെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു, ഇതിപ്പോൾ റോസാപ്പൂ അല്ല, എന്താ പറയുക, നമ്മൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നും ആ ഒരു ഫ്ലവറിനെ പേരെനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ ഒരു വെള്ള കളറിലൊരു ഫ്ലവർ നിങ്ങൾ കണ്ടു കാണും. റോസാപ്പൂവിൻ്റെ പോലെയൊക്കെ തന്നെയാണ് അത് ഇരിക്കുന്നത്. ആ ഒരു ഇതിൽ അത് ഈ കേരള സാരിയുടെ കളറായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
സിമ്പിളായിട്ട് തയ്ക്കാവുന്ന, ഇത് പ്രത്യേകിച്ച് വലിയ ഡിസൈനൊന്നുമല്ല, ഇത് സിമ്പിളായിട്ട് തയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വെക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമിനൊക്കെ നമ്മൾ കേരള സാരി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഡിസൈനൊക്കെ വെച്ചിട്ട് തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.